കർക്കിടകം 28-ാം ദിവസം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽഗളം ഛേദിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിയിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിരി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമിടും. കാലനേമി ക്ഷണതാചരണം നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ. രാക്ഷസരാജ ദുഷ്ടാത്മൻ മതിമതി രൂക്ഷതാഭാവം ഇതുകൊണ്ടു കിംബലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പനതെന്നുടെ സൽഗതിക്കെന്നു ധരിക്ക നീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രിപാർശ്വേ വൃഷം. ചെന്നിരുന്നാൻ മുനിവേഷ്ടനായി തൽക്ഷണേ കാണായിതാശ്രമം മായാവിരചിതം നാനാമുനിജനസേവിതമായതും ശിഷ്യജന പരിചാരക സംയുതശ്യാശ്രമം കണ്ടു വായുതനയനും. ചിന്തിച്ചു നിന്നാൻ ഇവിടെയൊരാശ്രമം എന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കണമെൻ മനോവിഭ്രമമല്ലല്ലേ. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു കാണാം. മഹൌഷധം നിൽക്കുമത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ ഇത്തം നിരൂപിച്ചൊരു യോഗജനായതം വിസ്താരമണ്ട മായാശ്രമമശ്രമം. രംഭാപനസ ഗർജുരകേരാജ്ഞാതി സമ്പൂർണമത്യുച്ഛതോയവാവീയുധം. രംഭാപനസ ഗർജുരകേരാമാദ്രി സമ്പൂർണമത്യുച്ഛതോയവായീബുധം. കാലനേമിത്രിയാമജ ഹരചരനും തത്ര ശാലയുക്തി സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാമാർ അനുഷ്ഠിച്ചു ചന്ദ്രചൂടപ്രസാദം വരുത്തിയിടുവാൻ. ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തൻ ചരേന്ദ്രനം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോകം ഹനുമാനിധി മമ നാമം പവനജനജനാനന്ദനാൽ. രാമദൂതോകം ഹനുമാനിധി മമ നാമം പവനജനഞ്ജനാനന്ദനൻ. രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥം ഇവിടേക്ക് വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ. കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ. മാമകമായ കമണ്ഡലുസ്ഥലം ജലമാമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യതൃഷ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവൃക്തമായൊരു അതുകൊണ്ട് ചൊല്ലിയിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീരൻ നിരീക്ഷണനാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റുതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ. ഇത്തമാകന്നെ ചൊന്നാൻ കവിപുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. ഭാരം പെരുതു ദാഹമതുകൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. വായുത്തനയൻ ഏവം ചൊന്ന നേരത്തു മായാവിരചിതനായ വടുവിനെ ത്വയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു. ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാമമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടുവാനിന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നത് കേട്ടു വിശ്വാസേന മാരുതി ചെന്നയച്ച വടുവിനോടും മുതാ. കണ്ണുമടച്ചു വാപീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ. വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നു കളവാൻ ഒരുമ്പെട്ട നേരത്തും. കണ്ണുമിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ട് പിളർന്നാൻ കവിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയതും ദേഹിയും മിന്നൽ പോലെ അത്ഭുതം.
ദിവ്യ വിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോകരാങ്കിയാം അപ്സര സ്ത്രീമണി വാരാത്മജനോടു ചൊന്നാളതു നേരം എന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്ന് വന്നു ശാപമോക്ഷം കവിവര. മുന്നമൊരപ്സര സ്ത്രീ ഞാൻ ഒരു മുനി തന്നെ ശാപേന രാക്ഷസിയായതും ധന്യമാലീതിമേ നാമം നയാപതേ മാന്യനാം നീ ഇനിയെന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവകമാർഗ വിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാതവംശം നശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു വാനരവീര കുശലം ഭവിക്കതേ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതിമായാവിയാം കാലനെ വിതന്നന്തികെ ചെന്നാൻ അവനോടു ചൊന്നാനസുരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ കാലമിനി കളയാതെ വരിക നീ. മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ ദക്ഷിണയും തൻ അഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാദൃഢധനം രക്ഷപ്രപരോത്തങ്കേ കപിവരൻ ഒന്ന് അടിച്ചാൻ അതുകൊണ്ടവനും തഥാ ചെന്നു പൊക്കിയിടിനാൻ ധർമ്മരാജാലയം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ ഔഷധാവാസ ഋഷഭാദ്രിയും കണ്ടി ഔഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. ഔഷധവാസ ഋഷഭാദ്രിയും കണ്ടിത് ഔഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പരിചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോടു രാഘവൻ മുമ്പിൽ വെച്ചിണ്ടൽ തീർത്തിയിടിനാൻ വൻപടക്കം നേരം കൊണ്ട നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാലു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലാകിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നരുൾ ചെയ്തോരനന്തരം ഉയർത്താൻ കവിപുങ്കവൻ കുന്നുമെടുത്തുയർത്തിനാൻ കവിപുങ്കവൻ വാനര നിമിഷം കൊണ്ട് പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസൻ വാരാനിധിയിലിട്ടിടിനാർ എന്നത് കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധോ മൽക്കടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കത്തനേനും അങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്കാമതിലുകൾ വാക്യഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കതരുതരെ കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക മിക്കരുതൊക്കെ ഒടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പൊറാഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാമനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തരുതരെ വെച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുര ഹർമ്യഗേഹങ്ങളും കാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജിസമൂഹവും തേരുകളും വെന്തു വീണിടുന്നു സ്വർഗലോകത്തോളം എത്തിയതകനവും ശക്രനോടങ്കറിയിപ്പാനനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു രംഗാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു മാർത്തിമുഴുത്തു തെരുതരച്ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിചിത്തം ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതമെന്നു പറയുകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ അനുജ്ഞാനാദദോഷവും
ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി ഒഴുങ്ങി ചമഞ്ഞിതു. ചിന്തമുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാചു നീ പോകുന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനുമന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കുംഭനും താനും പ്രജങ്കനും എത്രയും പൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവിമ്പം കലർന്നടുത്താർ കപിവീരരും. രാത്രിയിലാർ തഴങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതെരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കപികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചും അടിച്ചും ഇടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായെന്നു ചൊല്ലി അടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം. 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പുക്കിതേറ്റ രക്ഷോഗണം. കമ്പനൻ പൻപോടടുത്താനതു നേരം അമ്പുകണ്ടേറ്റമകന്നു കവികളും. കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജംബാര്യനന്ദനപുത്രനും കോപിച്ചു കന്ദനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നടുത്താൻ പ്രജങ്കനും. യുവാക്ഷനും തഥാ ശോണിതനേത്രനും കോപിച്ചടുത്തൊരതു നേരമംഗതൻ. കൗണ്ടവന്മാർ മൂവരോടും പൊരുതധിക്ഷീണനായി വന്നിതുപാലി തന്നെ തനേനും മൈന്ദനുമാശ വിവിധനുമായി തത്ര വന്ദേതരം വന്നെടുത്താരതു നേരം. കൊന്നാൻ പ്രജങ്കനെ താരേയനുമത് പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയുമത. മൈന്ദനും യുവാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചരവരന്മാരവ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ. വൻപരം വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിൽ അന്നാറു ചാടി വീണു ഹൃദയോടവൻ വിൽകളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ. അബ്ധിയിൽ വാരാനിധിയും കലക്കി മറിച്ചതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ. സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രം നികുംഭൻ പരികവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരെ സിംഹനാദം ചെയ്തടുത്താനതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടു വാതാത്മജനഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ മാറിലടിച്ചാൻ. നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരികവും. ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാനതി ക്രുദ്ധനായൊരു ജഗത്പ്രാണപുത്രനും. പേടിച്ചു മണ്ടിനാ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കപിവീരരും. ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുന്താദികൾ മരിച്ചൊരു ദന്തം കേട്ടു ജംബാരി വൈരിയും ഭീതി പൂണ്ടേടിനാൻ. പിന്നെ ഖരാത്മജനം നഗരാക്ഷനോട് അന്യൂനകോപേന ചൊന്നാൻ ദശാനനൻ. ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടു എന്ന നേരം നഗരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു. സന്നാഗമൂഢമടുത്തൂരണാങ്കണേ പന്നകതുല്യങ്ങളായ ശരങ്ങളെ അഗ്നികീലാകാരമായി ചൊരി നേടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ. ചെന്നഭയം തരികന്നു രാമാന്തികെ നിന്നു പറഞ്ഞത് ഏട്ടളവേ. രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടും നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നൊപ്പം എഴുതാൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു കരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താനെയ്തു രാഘവൻ. സാരഥി തന്നെയും കൊന്നാനതു നേരം. പാരിലമ്മാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾക്കാപത്വമൊട്ടു തീർത്തേടിനാൻ. രാവണിതാനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പുരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു. ദേവകുലാന്തകനാകിയ രാവണൻ ഈ 7 ലോകം
നടുങ്ങും പടി പരിചാരകന്മാരോട് കൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അത് കണ്ടു മേഘനിനാഥനും തൽപാതയിപ്പം പണിഞ്ഞു ചൊല്ലിയിടിനാൻ, ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തഃപുരം ദുഃഖിരുന്നരുളിയിടുക, സന്താപമുണ്ടാകരുതിതു കാരണം. ഇത്തം പറഞ്ഞു പിതാവിനെ വന്നിച്ചു വൃത്രാരിചിത്തം പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നുകാരുക്ക് കാകുസ്ഥനോടിത്തമുണർത്തിച്ചരുളിനാൻ, നിത്യം നിറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയ്തുടനന്തം വരുത്തുന്ന ത്രൈതാളയ്ക്ക് പൊറുക്കണമെന്നിങ്ങനെ. അസ്ത്രങ്ങളെയ്തുടൻ അനന്തം വരുത്തുന്ന ത്രൈത്രനാളേക്ക് പൊറുക്കണമിങ്ങനെ. ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു, ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമകാസ്ത്രം പ്രയോഗിക്കരുതടോ. പാതകമുണ്ടാമതല്ലാകിലേവനും ഞാനിവനോട് പോർ ചെയ്വനെല്ലാവരും. ദീനതയെന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ. സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു. മാരുതിദാനം പരവശനായതു വാനരവീരരെല്ലാവരും കാണവേ. ജാനകി ദേവിയെ വെട്ടിനാൻ നിർഹൃദയം. അയ്യോ വിഭോ രാമരാമേതി വാവിട്ടു മയ്യൽ മിഴിയാൽ മുറവിളിച്ചിടിനാൾ. ചോരയും പാരിൽ പരന്നിതതു കണ്ടു മാരുതി ജാനകിയെന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിൽ പരമെന്തുള്ളതീശ്വര. നാം ഇനി വാങ്ങുക സീതാവതം നമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ. ചൊല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാംബവാൻ തന്നോട് സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ട് പോന്നിതു, പോരിൽ പുറംതിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം. ലോകേശനന്ദന പാർക്കരുതേതുമേ ഇത്തമാകർണ്യ വിധുസുതനും കവി സത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോ